ഇനിയൊരു റോയൽ എൻഫീൽഡിന്റെ കഥയാണ്. അച്ഛൻ 40 വർഷങ്ങൾക്ക് മുൻപ് വിറ്റ ബുള്ളറ്റിനെ തിരിച്ച് വീട്ടിലെത്തിച്ച് മകൻ. ഒറ്റപ്പാലം നഗരസഭയിലെ കൗൺസിലർ കൂടിയായ 19-ാം മൈൽ പത്തൂർ വളപ്പിൽ സായ് കിരണാണ് കണ്ണൂരിൽ നിന്നും ബുള്ളറ്റ് എത്തിച്ചത്. ആഘോഷമായാണ് കുടുംബം ഈ ബുള്ളറ്റിനെ വീട്ടിലേക്ക് സ്വീകരിച്ചത്. 1958 മോഡൽ ഇംഗ്ലണ്ട് മെയ്ഡ് ബുള്ളറ്റ് സായ് കിരണിന്റെ അച്ഛൻ PV ഗംഗാധരൻ വാങ്ങുന്നത് 1972-ലാണ്. അന്ന് ഒറ്റപ്പാലത്ത് 2 പേർക്ക് ബുള്ളറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് സാമ്പത്തിക പ്രയാസം നേരിട്ടപ്പോൾ 1985-ൽ വെറും 9,300 രൂപയ്ക്ക് ഗംഗാധരൻ ബുള്ളറ്റ് ബൈക്ക് വിറ്റു. 2 വർഷം കഴിഞ്ഞ് 1987-ൽ ഗംഗാധരൻ മരിക്കുകയും ചെയ്തു. സായ് കിരൺ വളർന്നു വലുതായപ്പോൾ പാലക്കാട് ജില്ലയിൽ പലയിടത്തും കോയമ്പത്തൂരിലും അന്വേഷിച്ചെങ്കിലും കിട്ടിയില്ല. പൊളിച്ചുപോയി കാണുമെന്ന് വിചാരിച്ച് ആഗ്രഹം മറക്കാൻ ശ്രമിച്ചു. 4 മാസം മുമ്പാണ് സായിയുടെ ബന്ധു അശ്വിൻ സായി പരിവാഹനിൽ നമ്പർ തിരഞ്ഞത്. അങ്ങനെ വാഹനം കണ്ണൂരിലുണ്ടെന്നറിഞ്ഞു. വിശദമായ അന്വേഷണത്തിനൊടുവിൽ കണ്ണൂർ കാപ്പാട് പെരിങ്ങലാളി ആലക്കാട്ട് വീട്ടിൽ അമലിന്റെ വിന്റേജ് വാഹനശേഖരത്തിൽ ഈ ബുള്ളറ്റുണ്ടെന്നറിഞ്ഞത്. അമലുമായി ബന്ധപ്പെട്ടപ്പോൾ വിൽക്കാൻ വേണ്ടിയല്ല ബുള്ളറ്റ് വാങ്ങിയതെന്ന മറുപടിയെത്തി. മുൻപ് സായ് കിരണും സഹോദരങ്ങളായ സായ് ലക്ഷ്മി, സായ് പ്രസന്ന, സായ് കൃഷ്ണൻ തുടങ്ങിയവരെല്ലാവരും ഈ ബുള്ളറ്റിന് സമീപം നിൽക്കുന്ന പഴയ ഫോട്ടോ അമലിന് അയച്ചു കൊടുത്തു. ഇത് കണ്ട് മനസ്സലിഞ്ഞ് ബുള്ളറ്റ് അമൽ സായ് കിരണിന് തന്നെ തിരിച്ചു നൽകി. അച്ഛന്റെ സാമീപ്യം ഇവിടെയുള്ള പോലെ തോന്നുന്നു. ഇനി ഒറ്റപ്പാലത്തുകൂടി ഇതൊന്ന് ഓടിക്കണമെന്ന് സായ് കിരൺ പറഞ്ഞു. 1958 മോഡലാണ് ഈ വാഹനം. ഇതെൻ്റെ പിതാവ് ഗംഗാധരൻ, പത്തൂർ വളപ്പിൽ ഗംഗാധരൻ എൻ്റെ പിതാവ് ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. 1985 കാലഘട്ടത്തിൽ കുടുംബത്തിലൊരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഈ വാഹനം ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നു. തുടർന്ന് അച്ഛന് നല്ല വിഷമമായിരുന്നു ആ വാഹനം കൈവിട്ടു പോയതിൽ. 2 വർഷത്തിന് ശേഷം 1987-ൽ എൻ്റെ പിതാവ് മരണപ്പെട്ടു. അന്ന് ഞങ്ങളൊക്കെ കുട്ടികളാണ്. തുടർന്ന് ഞാനൊക്കെ കുറച്ച് മുതിർന്നപ്പോൾ നിരവധി ഭാഗങ്ങളിൽ ഈ വാഹനം തിരിച്ച് കിട്ടാൻ പറ്റുമോ അറിയാൻ വേണ്ടി വിവിധ പ്രദേശങ്ങളിലൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അന്നൊന്നും ഇതുപോലെ ഓൺലൈൻ സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് നമുക്ക് തിരഞ്ഞു കിട്ടുന്നത് പാടായിരുന്നു. അങ്ങനെ ഈ വാഹന കച്ചവടക്കാരുടെ പുറകിലൊക്കെ പോയി പാലക്കാട്, കോയമ്പത്തൂർ വിവിധ മേഖലകളൊക്കെ അന്വേഷിച്ചപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് അവസാനം കിട്ടിയ വിവരം. തുടർന്ന് അത് തിരയിൽ നമുക്ക് പ്രയാസമായിരുന്നു. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു. ഈ അടുത്ത കാലത്താണ് ഈ നമ്പർ പഴയ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ സഹോദരൻ്റെ മകൻ അശ്വിൻ സായി ഈ നമ്പർ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ ഈ വാഹനം കണ്ണൂർ കാപ്പാട് എന്ന സ്ഥലത്ത് ഒരു അമൽദേവിൻ്റെ അഡ്രസ്സിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തിയത് അശ്വിൻ സായിയാണ്. അദ്ദേഹം ഈ അഡ്രസ്സ് ഡീറ്റെയിൽസുകളൊക്കെ RTO ഓഫീസ് മുഖാന്തരം തപ്പിയെടുത്ത് ഫോൺ നമ്പറിൽ കളക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം കണ്ണൂരിലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ക്ലബ്ബ് എന്ന് പറയുന്നൊരു സ്ഥാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഈ വാഹനം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം അതിന് തയ്യാറായില്ല. അദ്ദേഹം ഒരു വാഹനപ്രേമിയാണ്. നിരവധി വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പഴയ വാഹനങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം അത് അങ്ങനെ ഞാൻ ഇന്ന് വരെ വാങ്ങിച്ച വാഹനങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഞങ്ങളുടെ വൈകാരികമായ ബന്ധം ഈ വാഹനത്തെക്കുറിച്ച് ധരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി അടക്കം പറഞ്ഞു, ഇനി ഒന്നും പറയാനില്ല, നിങ്ങൾ കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാഹനം ഞങ്ങൾ പോയി നേരിട്ട് കണ്ട് സംസാരിച്ചു. തുടർന്ന് ഞാനും മുനിസിപ്പൽ ഇലക്ഷൻ്റെ തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയിൽ അദ്ദേഹം നേരിട്ട് തന്നെ ആ വാഹനം എനിക്ക് കണ്ടെയ്നറിൽ ഇങ്ങോട്ട് അയച്ചു തരികയാണ് ചെയ്തത്. തുടർന്ന് ഇവിടെ കൊടുന്നു. എല്ലാ വർക്കുകളും അന്ന് കാലത്തുള്ള G2 മോഡൽ എല്ലാ വർക്കുകളും ചെയ്തു. ഞങ്ങളുടെ അച്ഛൻ വീണ്ടും ഈ വീട്ടിലേക്ക് വന്ന അതേ അനുഭവമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾക്കൊരു വൈകാരികമായി വല്ലാത്തൊരു അടുപ്പാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. പഴയ രൂപത്തിലാക്കി കഴിഞ്ഞ ദിവസമാണ് വണ്ടി വീട്ടിലെത്തിക്കുന്നത്. അതുവരെ ഈ വിവരങ്ങൾ അറിയാതിരുന്ന അമ്മ ചന്ദ്രിയയ്ക്ക് ബുള്ളറ്റ് കണ്ട് കണ്ണു നിറഞ്ഞു. വീട്ടുകാരെല്ലാവരും ആഘോഷത്തോടെയാണ് ബുള്ളറ്റിനെ വരവേറ്റത്. UTV ന്യൂസ്, പാലക്കാട്.